അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസർ ഇൻപുട്സ് ആണ്. നമ്മൾ യൂസർ അടുത്തുനിന്ന് ഒരു ഇൻപുട്ട് വാങ്ങുക എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു വെബ്സൈറ്റോ ഫ്ലിപ്കാർട്ടോ അങ്ങനെ എന്തെങ്കിലും ആപ്പിൽ ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ പറയും, പിന്നെ നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ യൂസറോട് അങ്ങോട്ടാണ് ഇൻപുട്ട് വയ്ക്കുന്നത്, എൻ്റെ ഒരു യൂസർ നെയിം എൻ്റെ ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സ്ട്രിങ് ഇൻപുട്ട്, അതായത് ക്യാരക്ടേഴ്സ് ഇൻപുട്ട്, നെയിമൊക്കെ ഇൻപുട്ട് ചെയ്യുന്ന കേസിൽ, അത് പിന്നെ വേറൊരു കേസ് പറഞ്ഞാൽ നമ്പർ ഇൻപുട്ട്, നമ്മൾ ഫോൺ നമ്പറൊക്കെ ഇൻപുട്ട് ചെയ്യുന്ന കേസിൽ, പിന്നെ ഫ്ലോട്ട് ഇൻപുട്ട്, പോയിന്റ് നമ്പേഴ്സ്, അതായത് കാൽക്കുലേറ്ററിൻ്റെ കേസിലൊക്കെ നമ്മൾ പോയിന്റ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അഡീഷനെ സബ്സ്ട്രാക്ഷനൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഫ്ലോട്ട് ഇൻപുട്ട്. അപ്പോൾ മൂന്ന് രീതിയിലാണ് നമ്മൾ യൂസർ അടുത്തുനിന്ന് വാങ്ങുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്ട്രിങ് ഇൻപുട്ട് യൂസർ അടുത്തുനിന്ന് വാങ്ങാം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ നെയിമാണ് ചോദിക്കുന്നത് യൂസറോട്. നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഇൻപുട്ട് എൻ്റർ യുവർ നെയിം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കും, അതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ യൂസറോട് ചോദിക്കുന്നത്. കണ്ടില്ലേ, ഡബിൾ കോഡ്സിൽ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ നമ്മൾ യൂസറോട് എന്താ ചോദിക്കേണ്ടത് അത് ഡബിൾ കോഡ്സിൽ ഇൻപുട്ടിന് ശേഷം ഒരു ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ നമ്മളിത് റൺ ചെയ്യുകയാണെങ്കിൽ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞ് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ നെയിം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വരുമോ? ഇല്ല, കാരണം നമ്മൾ പ്രിൻ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രിൻ്റ് നെയിം എന്ന് കൊടുക്കുമ്പോൾ നെയിം എന്ന് പറഞ്ഞ് കൊടുത്താൽ നമ്മൾ അടിച്ച നെയിം അടിയിൽ വരുന്നതാണ്. റോടെക് അല്ലേ, റോടെക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത നെയിം അടിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് നെയിമാണെന്ന് പറഞ്ഞു കൊടുക്കണം യൂസറോട്. ഇത് നെയിമാണ്, യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ട്രിങ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട കേസ് വരും. നമ്മൾ വേരിയബിൾ പ്രിൻ്റ് ചെയ്ത കേസിൽ അതിൻ്റെ കൂടെ സ്ട്രിങ് നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം, ഇത് നിങ്ങളുടെ നെയിമാണ്, ഇത് നിങ്ങളുടെ ഫോൺ നമ്പറാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ ആണല്ലേ ഇവിടെ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ഇവിടെ കോമ കൊടുക്കും. കോമ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് എററായി മാറും. കാരണം അത് രണ്ടും ഒന്ന് സ്ട്രിങ് ആണ്, ഒന്ന് വേറൊന്നിൻ്റെ വേരിയബിളാണ്. ഓക്കെ, നമ്മൾ സ്റ്റോർ ചെയ്ത വേരിയബിളാണ്. അപ്പോൾ കോമ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾ നെയിം ചോദിച്ചു, റോടെക് എന്ന് പറഞ്ഞ് കൊടുത്തു അല്ലേ, യുവർ നെയിം ഈസ് റോടെക് എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് രീതി ചെയ്യാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ചെയ്യാം. ശരിക്കും ഏറ്റവും ബെറ്റർ വേ, പ്രൊഫഷണൽ വേ എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിംഗ് മെത്തേഡാണ്. കണ്ടില്ലേ, എഫ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഈ ഡബിൾ കോട്ട് നിങ്ങൾ നെയിമിൻ്റെ ലാസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കോമേൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞേ വരുള്ളൂ. നിങ്ങൾ എന്ത് പേര് ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ആണല്ലേ, യുവർ നെയിം ഈസ് നെയിം എന്ന് പറഞ്ഞാൽ വന്നത്. അപ്പോൾ നമ്മളെ വേരിയബിൾ അവിടെ പ്രിൻ്റ് ആയിട്ടില്ല. അപ്പോഴാണ് നമ്മൾ അല്ലേ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്, അതായത് നമ്മൾ കേളി ബ്രേസാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നെയിം, അതായത് നമ്മളെ വേരിയബിളിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു കേളി ബ്രേസിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഇനി റൺ ചെയ്യുമ്പോൾ എന്താ വരിക, റോടെക് ആണല്ലേ, യുവർ നെയിം ഈസ് റോടെക് എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ഇൻപുട്ട് യൂസർ അടുത്ത് വാങ്ങി, അടുത്തായിട്ട് നമ്മൾ യൂസറോട് ഇൻറ്റിജർ ഇൻപുട്ടാണ് വാങ്ങാൻ പോകുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യാം, ഇൻറ്റിജർ ഇൻപുട്ട് എന്ന് പറഞ്ഞ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തു. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ യൂസർ അടുത്തുനിന്നൊരു ഫോൺ നമ്പറാണ് വാങ്ങുന്നത്. നമ്മൾ നെയിം മേടിച്ചല്ലോ, ഇനി ഫോൺ നമ്പർ വാങ്ങും. ഫോൺ നമ്പറിൻ്റെ കേസിൽ അതൊരു ഇൻറ്റിജർ ആണല്ലോ, നമ്മൾ പറഞ്ഞ പോലെ അതൊരു ഇൻറ്റിജറാണ്. ഇൻറ്റിജറിൻ്റെ കേസിൽ നമ്മൾ വേറെ രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ ഇൻറ്റെന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം, ഇൻറ്റെന്ന് മെൻഷൻ ചെയ്യണം, അത് ഇൻറ്റിജർ ആണ്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇൻപുട്ട് എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇനി പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോൺ നമ്പർ എന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത ഫോൺ നമ്പർ അവിടെ പ്രിൻ്റ് ആവും. ഞാനിത് കമൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആവും. ഇപ്പോൾ എൻ്റെ ഒരു ഞാൻ ഫോൺ നമ്പർ അടിച്ചു അല്ലേ, ഫോൺ നമ്പർ പ്രിൻ്റായി. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഫോർമാറ്റിംഗ് മെത്തേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ മുന്നേ ചെയ്ത മെത്തേഡ് വെച്ചിട്ടോ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാലോ യുവർ ഫോൺ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അങ്ങനത്തെ കേസിൽ ഞങ്ങൾ ചെയ്ത പോലെ മറ്റേതിൽ ഡബിൾ കോട്ട്സിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഒരു കോമ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഫോർമാറ്റിംഗ് മെത്തേഡാണ് പ്രിഫർ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നതാണ് പ്രൊഫഷണലി ബെറ്റർ. ഓക്കെ, എഫേർട്ട് കൊടുക്കുക, എന്നിട്ട് ഡബിൾ കോട്ട് കൊടുക്കുക. യുവർ ഫോൺ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ആ ലൈൻ്റെ എൻഡിൽ ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക. നമ്മുടെ വേരിയബിളിൽ കേളി ബ്രേസ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഓക്കെ, ഇനി ഫോൺ നമ്പർ അടിക്കുകയാണെങ്കിൽ എന്താ, യുവർ ഫോൺ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ നമ്പർ പ്രിൻ്റായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോൺ നമ്പർ, അതായത് ഇൻറ്റിജർ ഇൻപുട്ട് മേടിക്കുക. ഇനി ഫ്ലോട്ട് ഇൻപുട്ട് എങ്ങനെയാണ് മേടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ 2 കേസാണ് കമൻറ്റ്സ് യൂസ് ചെയ്യാറ്. ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ വേറൊരാൾ നിങ്ങൾ പ്രോജക്റ്റിൽ കയറി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ പഴയ കോഡ് അയാൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കും. നിങ്ങൾ നോട്ട് പാഡിലൊക്കെ എഴുതി വെക്കൂലേ, ഇന്ന കാര്യത്തിനാണ്. അതേപോലെ ഓരോ കോഡ് എന്തിനാണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യും. ഇന്ന കോഡ് ഇന്ന യൂസർ ഇൻപുട്ടാണ്, ഇന്ന കോഡ് ഇന്നതാണ്. അപ്പോൾ അയാൾക്കൊരു ഐഡിയ കിട്ടും, ഈ കോഡ് ഇതാണ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണെന്ന് ഒരു ഐഡിയ കിട്ടും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഡ് വർക്ക് ചെയ്യേണ്ടെന്നുള്ള കേസിൽ ഇവിടെ ചെയ്ത പോലെ നമ്മൾ കമൻറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളിത് റൺ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യില്ല, കണ്ടില്ലേ, ഒരു ഔട്ട്പുട്ടും വരുന്നില്ല. അപ്പോൾ 2 പർപ്പസാണുള്ളത്. ഒന്നാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ യൂസറോട് എന്തെങ്കിലും കാര്യം മെൻഷൻ ചെയ്യുക. ഒരു കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് മെൻഷൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് പാഡ് പോലെ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കാനോ നമ്മൾ കമൻറ്റ്സ് ഉപയോഗിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഡ് വർക്ക് ചെയ്യേണ്ട കേസിൽ ആ കോഡിനെ നമ്മൾ കമൻറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ ഇൻപുട്ടും സ്ട്രിങ് ഇൻപുട്ടും നമ്മൾ പഠിച്ചു. ഇനി ഫ്ലോട്ട് ഇൻപുട്ടാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പോയിൻ്റ് നമ്പർ. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതൊരു പോയിൻ്റ് നമ്പറിൻ്റെ കേസിലാണ് നമ്മൾ ഫ്ലോട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഡോട്ട് വരുന്ന നമ്പർ, നിങ്ങളൊരു കാൽക്കുലേറ്ററിൻ്റെ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഫ്ലോട്ടാണ് മെൻഷൻ ചെയ്യാറ്, കാരണം പോയിൻ്റ് വാല്യൂസൊക്കെ അവിടെ വരുന്നതുകൊണ്ടേ. ഓക്കെ, അപ്പോൾ ഇനി ഫ്ലോട്ടിൻ്റെ കേസിൽ അതേപോലെ ഇൻറ്റിജർ ചെയ്ത പോലെ ഫ്ലോട്ട് അവിടെ മെൻഷൻ ചെയ്യാം, കാരണം ഇത് ഫ്ലോട്ട് ഇൻപുട്ടാണ് യൂസർ അടുത്ത് നിന്ന് മേടിക്കുന്നത്. ഓക്കെ, അതാണ് മെൻഷൻ ചെയ്യുന്നത്. ഫ്ലോട്ട് കൊടുത്തിട്ട് പിന്നെയാണ് ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി പ്രിൻ്റ് പോയിൻ്റ് നമ്പർ അടിക്കുകയാണെങ്കിലോ, ഞാൻ നേരത്തെ ചെയ്ത പോലെ നമുക്ക് പോയിൻ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഫോർമാറ്റ് മെത്തേഡ് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഫ്ലോട്ട് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ വേരിയബിൾ മാത്രം കളി ബ്രേസിൽ ഇട്ട് വെക്കുക, എന്നിട്ടൊരു ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യും. ഇനി റൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ, എൻ്റെ ഒരു ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ ഫോൺ നമ്പർ അടിച്ചപ്പം ആണല്ലേ ജസ്റ്റ് ഫ്ലോട്ടിംഗ് നമ്പർ, യുവർ ഫ്ലോട്ട് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് അത് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ റിസൾട്ടിൽ 0.0 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, കാരണം അത് ഫ്ലോട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പൊക്കെ ചെക്ക് ചെയ്യാൻ അറിയാലോ. ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്ത് ടൈപ്പാണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ അടുത്തു നിന്ന് ഇൻപുട്ട് എങ്ങനെയാണ് വാങ്ങാമെന്ന് പഠിച്ചു. ഇനി അടുത്തായിട്ട് നിങ്ങളൊരു ടാസ്ക്കാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ ഇവിടെ ഒരു കോഡിംഗ് ചലഞ്ച് .py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസർ അടുത്തു നിന്ന് ഇൻപുട്ട് എങ്ങനെയാണ് വാങ്ങാമെന്ന് പഠിച്ചല്ലോ. അപ്പോൾ നിങ്ങളൊരു സിമ്പിൾ കാൽക്കുലേറ്റർ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ അഡ്വാൻസ്ഡ് കൺസെപ്റ്റിലേക്കൊന്നും പോകണ്ട. സിമ്പിളായിട്ട് യൂസർ അടുത്ത് 2 നമ്പർ മേടിക്കുക, ആ നമ്പർ അഡീഷൻ ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. ഓക്കെ, ആ ഒരു ടാസ്ക്കാണ് നിങ്ങൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിൻ്റെ ശേഷം നിങ്ങൾ അതുപോലെ ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഒരു ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇൻറ്റ്, കാരണം നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് ഉപയോഗിക്കാം. ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ, എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് ചോദിച്ചു. എൻ്റെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞ് ചോദിച്ചു. ഓക്കെ,
ഞാൻ അഡീഷൻ്റെ മാത്രം കാണിച്ചു തരാം, അതുപോലെ സബ്ട്രാക്ഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ ഒക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇത് പ്രിൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ഫോർമാറ്റിംഗ് മെത്തേഡ് വെച്ചിട്ട് ഞാൻ കാണിക്കാം. അഡീഷൻ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഉണ്ട്. ഇനി ഞാൻ റൺ ചെയ്യുമ്പോൾ എന്താ വരിക, ഞാൻ ടെർമിനൽ ക്ലിയർ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നമ്പർ അടിച്ചു, ഒരു 100 അടിച്ചു. സെക്കൻഡ് നമ്പർ ഒരു 100 അടിച്ചു. ഓക്കെ, സെക്കൻഡ് നമ്പർ 100 അടിച്ചു അല്ലേ. ഈ ഒരു അഡീഷൻ റിസൾട്ട് ഈസ് 200 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സബ്സ്ട്രാക്ഷൻ്റെ, മൾട്ടിപ്ലിക്കേഷൻ്റെ, ഡിവിഷൻ്റെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാസ്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം.